ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു അമ്മയുടെ മകനെങ്കില് എപ്പോഴും രതികയും കിട്ടി സ്വത്തുക്കളെല്ലാം അമ്മയുടെ വന്നേനെ. അങ്ങനെയൊന്നും ഇല്ലടാ ദീപകെ, എനിക്കറിയാം നീ മിടുക്കനാണെന്ന്. പക്ഷേ നിന്റെ ചില നേരത്തെ കയ്യിലിരിപ്പുണ്ടല്ലോ, അതാ അമ്മയ്ക്ക് പിടിക്കാതെ. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവും. അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. നീ നന്നാവും. തോറ്റുപോയതോർത്ത് നീ വിഷമിക്കല്ലേ മോനെ. നീ ഇങ്ങനെ നിരാശപ്പെട്ട് തളർന്ന് കുത്തിയിരിക്കേണ്ടവനല്ലടാ. നീ എണീറ്റ് വാ, നമുക്ക് റൂമിലേക്ക് പോവാം. വാ, എഴുന്നേക്ക് മോനെ, പതുക്കെ. അയ്യോ എടാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? നീ അങ്ങ് അവശനായി പോയല്ലോ. കഴിച്ചു അമ്മേ, ഞാൻ ഫുൾ ബോട്ടിൽ കഴിച്ചിരിക്കുക. എടാ അതല്ലടാ, നീ ആഹാരം കഴിച്ചോന്ന്. എനിക്ക് ആഹാരമൊന്നും വേണ്ട അമ്മേ, ഞാനിനി പട്ടിണിയാ. എനിക്ക് ഒരു വകയും വേണ്ട. ആ ദിവ്യല്ലേ, അവളും കുഞ്ഞും ഇവിടെ ഉണ്ട്. അവരിവിടെ നിന്ന് പോവാതെ ഞാൻ പച്ച വെള്ളം പോലും കുടിക്കില്ല അമ്മേ. അമ്മ ചെന്ന് അമ്മാനോട് പറ, ഈ ദീപക്ക് പട്ടിണിയാണെന്ന്. ദിവ്യയും കുഞ്ഞും ഇവിടുന്ന് പോവാതെ ഞാൻ ആഹാരം കഴിക്കില്ലെന്ന് പറ അമ്മേ. ബഹളം വെക്കാതെ, നാട്ടുകാരും വീട്ടുകാരും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഈ പ്രശ്നം ഉണ്ടാക്കാതെ. മതി, നീ വന്നേ, എഴുന്നേറ്റേ. എടാ എഴുന്നേക്കാൻ, എണീക്ക്. ആ എന്റെ ഈശ്വര, ആരെങ്കിലും കാണുമെന്തോ. അതൊക്കെ എടോ അമ്മേ, ഞാൻ നടന്നോളാം. കയറിങ്ങോട്ട്. എന്റെ കല്യാണം മുടങ്ങിയേ. ദിവ്യ, നിന്നെ കൊല്ലൂടി. രാജു, നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നത് പ്രണയമല്ലേ? അല്ല മാഡം, എന്റെ കണ്ണിൽ മാഡം കാണുന്നത് പ്രണയമല്ല, നിസ്സഹായതയാ. നിസ്സഹായതയോ? അതെ മാഡം. അതെങ്ങനെയാ മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. എന്താ രാജു ഇത്? ഋതിക മാഡം, ഐ എം റിയലി സോറി. എനിക്ക് മാഡത്തോട് വേണ്ട വേണ്ട രാജു, കൂടുതൽ ഒന്നും പറയണ്ട. രാജു വീണ്ടും രാജുന്റെ പഴംപുരാണത്തിന്റെ പെട്ടി തുറക്കണ്ട. ദൈവമേ, ഇങ്ങനൊരു ബിന്ദുസിനാണല്ലോ ഞാൻ പ്രണയിച്ചത്. എടി ഋതികേ, 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 എടി വാതിൽ തുറക്കാൻ. രാജു, അമ്മായി. ഋതികേ, എടി ഋതികേ, എടി വാതിൽ തുറക്കാനാ ഞാൻ പറഞ്ഞേ. ആരോടടി നീ ഇരുന്ന് സംസാരിക്കുന്നേ? നമ്മള് സംസാരിച്ചത് അംബിക മേഡം കേട്ടെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോഴേ തിരിച്ചു പോയാൽ മതിയായിരുന്നു. മേഡം എന്നെ വെറുതെ പിടിച്ചു നിർത്തിയതാ. പ്രശ്നവും, വലിയ പ്രശ്നവും. അംബിക മേഡം ഇത് വലിയൊരു സംഭവമാക്കി നമ്മളെ വീണ്ടും കുഴപ്പത്തിലാക്കും. എടി വാതിൽ തുറക്കാൻ. രാജു ഒന്ന് പതുക്കെ പറയേ. രാജു എവിടെയെങ്കിലും പോയി ഒളിക്കാൻ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? എപ്പോ എവിടെ ഒളിക്കാനാ? നീ മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നോ അതോ ഞാൻ വാതിൽ ചവിട്ടി പൊളിക്കണോ? രാജു എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പോ. എവിടെ ഒളിക്കാൻ? എവിടെ? എവിടെയൊന്നും ഒളിക്കല്ലേ, അമ്മായി കാണൂ. എടി നിന്നോട് തുറക്കാൻ. അങ്ങോട്ട് പോ, വേഗം പോ. തുറക്കാനല്ലേ പറഞ്ഞത്? എടി ഋതികേ,
എന്നോടാടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നേ? ഞാൻ ആരോട് സംസാരിക്കാൻ? ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നോട്ടാടി നിനക്ക് ഉറങ്ങുമ്പോ സംസാരിക്കുന്ന അസുഖം തുടങ്ങിയേ? എനിക്ക് ഉറക്കത്തിൽ സംസാരിക്കുന്ന അസുഖമൊന്നുമില്ല. അമ്മയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. എന്റെ ചെവിയുടെ കുഴപ്പമൊന്നുമല്ല, നിന്റെ അച്ഛനെ ഈ ഇടയ്ക്ക് കൈക്ക് എല്ലില്ലാത്തതിന്റെ കുഴപ്പമാ. അത് ഈയിടെയായിട്ട് അമ്മയുടെ ഏഷണിയൊന്നും പാലിക്കാത്തതുകൊണ്ട് അമ്മായിക്ക് തോന്നുന്നത്. നീ നിന്റെ അധിക പ്രസംഗം മതിയാക്കിട്ടെ ആരെയാ ഈ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയതെന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീയായിട്ട് സത്യം പറഞ്ഞ് കുറ്റസമ്മതം നടത്തിയ ഞാൻ ചിലപ്പോ ക്ഷമിച്ചു എന്ന് വരും. ഞാനായിട്ട് കണ്ടുപിടിച്ച നിനക്കറിയാലോ എന്നെ. ചെറുപ്പത്തിലെ ബെൽറ്റിന്റെ ചൂടെന്താന്ന് നീ കുറെ അറിഞ്ഞതാ. അടിച്ചു നിന്റെ മുതുക ഞാൻ പൊളിക്കും. അമ്മായിക്കേ സംശയരോഗ. എന്താ എന്താ അമ്മായി? അമ്മായി, അമ്മായിക്ക് ഇങ്ങനെ എന്റെ റൂം സെർച്ച് ചെയ്യണമെന്ന് തോന്നുമ്പോ എന്റെ അച്ഛന്റെ അനുവാദം വാങ്ങിയിട്ടേ എന്റെ റൂം സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ഭീഷണിയാണോടി? അയ്യോ, ഭീഷണിയൊന്നുമല്ല, ഇതെന്റെ അവകാശം. ശരി, നിന്റെ റൂമിന്റെ കീ എവിടെ എഴുതികെ? എന്തിനാ അമ്മായിക്ക് ഇപ്പൊ എന്റെ റൂമിന്റെ കീ? ഒന്ന് താടി, നിന്റെ റൂമിന്റെ കീ ഞാനൊന്ന് കാണട്ടെ. എനിക്കറിയില്ല. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. അമ്മായി, അമ്മായി, അമ്മായി കീ ഇതാ. കീ ഇതാ. അമ്മായി, 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 അമ്മായി. അമ്മായി തുറക്ക്, തുറക്കമ്മായി. ഡോർ ലോക്ക് ചെയ്ത് എന്തിനാ അമ്മായി? അത് ഞാൻ മനസ്സിലാക്കി തരാം. വാതിൽ തുറക്കാൻ.